السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. സ്റ്റേജിലെ വിശിഷ്ടരായ ഉസ്താദുമാർ, അതിഥികൾ, പ്രിയപ്പെട്ട മുതഅല്ലിം കൂട്ടുകാർ, ഓരോ സ്ഥാപനത്തിൻ്റെയും ഫെസ്റ്റ് കാലം അതാ സ്ഥാപനത്തിൻ്റെ എല്ലാത്തരം അറിവിനോടുള്ള തീക്ഷ്ണതയെയും പുറത്തു കൊണ്ടുവരുന്നൊരു കാലം കൂടെ ആയിരിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ എന്തു പഠിച്ചെടുത്തു എന്നതിൻ്റെ ഒരു ഉത്തരം കൂടിയായി കേരളത്തിലെ മതസ്ഥാപനങ്ങളുടെ ഫെസ്റ്റുകൾ രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. ആഗോള അന്തർദേശീയ ചലനങ്ങളെയൊക്കെ കുറിച്ച് കൃത്യമായി തിരിച്ചറിയുകയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അകക്കാമ്പിൽ നിന്നുകൊണ്ട് അതിനെ നോക്കിക്കാണുകയും ഇസ്ലാം വിഭാവന ചെയ്യുന്ന അടിസ്ഥാന ആശയങ്ങളെ കുറെ കൂടെ മൂർച്ചയിലും കുറെ കൂടെ വലിയ ശബ്ദത്തിലും ഏറ്റെടുക്കുകയും ചെയ്യേണ്ടുന്ന മുതഅല്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫെസ്റ്റ് കാലം അത് പാടിപ്പറഞ്ഞു തീർക്കേണ്ടുന്ന അല്ലെങ്കിൽ തീർന്നു പോകുന്ന ഒരു കാലമല്ലാതെ നമ്മൾ അതിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഫെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കുറച്ച് പാട്ടുകളൊക്കെ ആയിരിക്കും. പക്ഷേ അതല്ല ഫെസ്റ്റുകളുടെ താല്പര്യമെന്ന് ഇതിനോടകം നമ്മൾ തന്നെ അതിനെ നിർവചിച്ചിട്ടുണ്ട്. ഓരോ സ്ഥാപനത്തിലെയും ഫെസ്റ്റ് കാലം, ഫെസ്റ്റ് എന്ന പേര് പോലും അതിൻ്റെ ധ്വനിയിൽ നിന്ന് മാറി ഒരു അറിവുത്സവമായി, ഒരു വിജ്ഞാനോത്സവമായി വികസിച്ചുകൊണ്ടിരിക്കുന്ന മനോഹാരിതയാണ് നമ്മൾ അനുഭവിക്കുന്നത്. മതവിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കേണ്ടതും അതുതന്നെയാണല്ലോ. ഒരു സാഹിത്യോത്സവിൻ്റെ കോപ്പി അല്ല നമ്മുടെ ഫെസ്റ്റുകളിൽ നടക്കേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. സാഹിത്യോത്സവിന് അതിൻ്റെതായ ചില ലക്ഷ്യങ്ങളും താല്പര്യങ്ങളുണ്ട്. അതിൻ്റെ സംബോധിതർ മറ്റൊരു സമൂഹമാണ്, അതിൽ പങ്കെടുക്കുന്നവർ മറ്റൊരു സമൂഹമാണ്, അതിൻ്റെ സംഘാടകർ വേറൊരു സമൂഹമാണ്. അപ്പോൾ കേരളത്തിലെ പൊതുസമൂഹത്തോട്, കേരളത്തിലെ എല്ലാ മതങ്ങളും വിഭാഗങ്ങളും ഒക്കെയുള്ള പൊതുസമൂഹത്തോട് ഇസ്ലാമിനെ കൈമാറ്റം ചെയ്യാനും അത്തരമൊരു സമൂഹത്തിൽ നിന്ന് നമ്മുടെ പൈതൃകത്തെയും പാരമ്പര്യത്തെയും ഒക്കെ ഉയർത്തിക്കാണിക്കാനൊക്കെയുള്ള ഒരു ശ്രമമെന്ന അർത്ഥത്തിൽ സാഹിത്യോത്സവം അങ്ങനെ തന്നെ തുടരുമ്പോഴും അതിൽ നമ്മൾ ഭാഗവാക്കാകുമ്പോഴും നമ്മുടെ സ്ഥാപനങ്ങളിൽ നടക്കുന്ന ഫെസ്റ്റുകൾ കുറെ കൂടെ ഒരു ആസ്വാദനം എന്ന അർത്ഥത്തിലോ അല്ലെങ്കിൽ ഒരു മേമ്പൊടി എന്ന അർത്ഥത്തിലോ ചില പാട്ടുകളൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ പോലും കുറെ കൂടെ ഗൗരവമുള്ള, ആഴത്തിലുള്ള അറിവിന്റെ സംവാദവേദികളായി വികസിച്ചു വരുന്ന, വിദ്യാർത്ഥികളുടെ ശേഷികളുടെ മത്സരവേദികളായി വികസിച്ചു വരുന്ന, പരസ്പരം അറിയാനും കാണാനും ഇനി ഞങ്ങൾ എന്താണ് ജീവിതത്തിൽ ബാക്കിയാക്കേണ്ടതെന്ന്, ഇനി ഞങ്ങൾ ഏതു വഴിയിലാണ് ഞങ്ങളുടെ അന്വേഷണം കൊണ്ടുപോകേണ്ടതെന്ന്, ഞങ്ങളുടെ അന്വേഷണത്തിന്റെ രീതിശാസ്ത്രത്തെ ഇനി എങ്ങനെയാണ് പുതുക്കേണ്ടത് എന്നൊക്കെ തുടങ്ങിയുള്ള ഒരു ആലോചന വരുന്ന ഒരു കാലം കൂടെയായി നമ്മുടെ ഫെസ്റ്റുകൾ മാറി തുടങ്ങിയിട്ടുണ്ട് എന്നത് സന്തോഷകരമാണ്. അതിന് സമാനമായിരിക്കും നിങ്ങളുടെയും ഈ ഫെസ്റ്റ് സംഘടിപ്പിക്കപ്പെട്ടത് എന്ന ഉറപ്പിലാണ് ഞാൻ ഇത്രയും പറഞ്ഞു വെച്ചത്. നിങ്ങൾ ഇവിടെ ചർച്ചയ്ക്കെടുത്ത ഒരു വിഷയം തെരുവുകളെ കുറിച്ചാണ്, പരസ്പരം സൗഹൃദം കൈമാറ്റം ചെയ്യേണ്ടതിനെ കുറിച്ചാണ്, സഹവർത്തിത്വത്തോടുകൂടെ ഇടപെടേണ്ടതിനെ കുറിച്ചാണ്. അതായത് വിശുദ്ധ ഇസ്ലാമിനെ കുറിച്ചാണ് എന്നു തന്നെയാണ് അതിന്റെ അടിസ്ഥാന ആശയം. വിശുദ്ധ ഇസ്ലാം ഏറ്റവും മനോഹരമായി അതിന്റെ ഒരു വിശ്വാസധാരയെ, ഒരു വിശ്വാസത്തിന്റെ ചിട്ടയെ, അതിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ ഭാഗമെന്ന അർത്ഥത്തിൽ, ഏറ്റവും ഉന്നതമായ ഭാഗമെന്ന അർത്ഥത്തിൽ അഫ്ദലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതുപോലെ ഈമാനിന്റെ ഏറ്റവും മൂർച്ചയുള്ള, ഏറ്റവും ഉന്നതമായ ഒരു തലം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച് പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യരോടുള്ള സ്നേഹത്തിന്റെ, പരിഗണനയുടെ, മനുഷ്യനെ ബഹുമാനിക്കുന്നതിന്റെ, വിശുദ്ധ ഇസ്ലാം മനുഷ്യനെ പരിഗണിച്ചതിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണം കൂടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങളുടെ
നിങ്ങൾ ബഹുമാനിക്കുന്ന, നിങ്ങൾ നിങ്ങളുടേത് മഹത്തരമെന്ന് വിചാരിക്കുന്ന നിങ്ങളുടെ ശിരസ് നിങ്ങൾ തന്നെ പടച്ചുണ്ടാക്കിയ ഏതെങ്കിലും ബിംബങ്ങളുടെ, ഏതെങ്കിലും വസ്തുക്കളുടെ, ഏതെങ്കിലും സൃഷ്ടികളുടെ മുന്നിൽ പോയി ചായ്ക്കേണ്ടതല്ലെന്നും അത് ഈ ജഗത്തിന്റെ തന്നെ നിയന്താവായ, സൃഷ്ടാവായ അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം കുനിക്കേണ്ടതാണെന്നുള്ള ഏറ്റവും ഉദാത്തമായ, ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു മനുഷ്യത്വത്തിന്റെ, മാനവികതയുടെ ഏറ്റവും വിശുദ്ധമായ ഒരു സന്ദേശമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, അങ്ങനെ നമ്മൾ വിചാരിക്കുമ്പോൾ സ്വാഭാവികമായും മനുഷ്യരോടുള്ള ഇടപഴക്കത്തിൽ മനുഷ്യരെ കണ്ട ദർശനങ്ങൾ, മനുഷ്യരോട് സംവദിച്ച ദർശനങ്ങൾ ഈ മതം നിലനിൽക്കാൻ വേണ്ടി എന്താശയം പറഞ്ഞു എന്നല്ല, ഈ മതം ഇവിടെ ബാക്കിയാകാൻ വേണ്ടി എന്തു തരം പ്രത്യയശാസ്ത്രത്തെ മുന്നോട്ട് വെച്ചു എന്നല്ല, മുന്നോട്ട് വെച്ച ആശയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും സിദ്ധാന്തങ്ങളും ഒക്കെ സൈദ്ധാന്തികമായി ഒരുപക്ഷെ വിജയിക്കുമ്പോഴും അതെത്ര കണ്ട് അടിത്തട്ട് സമൂഹത്തെ, മനുഷ്യരെ സംബോധന ചെയ്തു എന്ന അർത്ഥത്തിലുള്ള അന്വേഷണമാണ് ഈ എല്ലാ സംഘങ്ങളെയും പ്രത്യയശാസ്ത്രങ്ങളെയും സൈദ്ധാന്തികതയെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത്. സിദ്ധാന്തങ്ങൾ കേട്ടിട്ട് നമുക്കിങ്ങനെ കിളി പോകുന്ന ഒട്ടനേകം സിദ്ധാന്തങ്ങളുണ്ട്. പക്ഷെ അത് പുലർന്നു കാണുക എന്നത് ഒട്ടും സാധ്യമല്ലെന്ന് നേരത്തെ തിരിച്ചറിയുന്ന അത്തരം ഒരുപാട് സംഘങ്ങളും സംഘടനകളും ഒക്കെ നമുക്കിടയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. കമ്മ്യൂണിസത്തെ ഒരു ഉദാഹരണമായി എടുത്താൽ അത് എപ്പോഴാണ് ഈ കമ്മ്യൂണിസം പുലരുക എന്ന് ചോദിച്ചാൽ, അടിസ്ഥാന വർഗം എന്ന് അവർ തന്നെ പറയുന്ന തൊഴിലാളി വർഗത്തിന്റെ വിമോചനം സാധിക്കുമ്പോൾ കമ്മ്യൂണിസം സ്വാഭാവികമായും ഇല്ലാതാവുകയും അത് ഒരു മുതലാളിത്തത്തിന്റെ ഒരു പ്രച്ഛന്ന വേഷമായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നത് നമ്മൾ അത്തരം നാടുകളിൽ, ദേശങ്ങളിൽ കാണുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. കേരളം അതിന്റെ ചെറിയൊരു ഉദാഹരണമാണെന്ന് വേണമെങ്കിൽ പറയാം. കോർപ്പറേറ്റ് താല്പര്യങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഒരു പ്രായോഗികമായ രാഷ്ട്രീയത്തെ ഒരു കമ്മ്യൂണിസം എന്ന അടിസ്ഥാന ആശയത്തിൽ നിന്ന് അങ്ങനെ അവർക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ല. അങ്ങനെ നമുക്ക് ഒരർത്ഥത്തിലും അത്തരം സംവിധാനങ്ങളോട് ഒരു രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന, ഇടപെടുന്ന ഒരു പൗരനെന്ന അർത്ഥം നമുക്ക് അതിനോട് ചേർന്ന് നിൽക്കാനും കഴിയില്ല. നമ്മൾ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ അത്തരം സംവിധാനങ്ങൾ, രാഷ്ട്രീയ പ്രായോഗികതയോട് എന്തെങ്കിലും അർത്ഥത്തിൽ കേരളീയ സമൂഹം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർ വെള്ളം ചേർത്ത്, അവരുടെ പ്രത്യയശാസ്ത്രത്തിൽ വെള്ളം ചേർത്തതിന്റെ തോതനുസരിച്ചാണ് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോ മുന്നോട്ട് വെക്കുന്ന ആശയത്തിൽ സ്വന്തം തന്നെ കോൺഫിഡൻസ് ഇല്ലാത്ത വിധത്തിലാണ് അവരുടെയൊക്കെ പ്രത്യയശാസ്ത്ര സൈദ്ധാന്തികതയുടെ ഫലം ഉണ്ടാകുന്നത് എങ്കിൽ വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെച്ച എല്ലാത്തരം ആശയങ്ങളിലും നമുക്ക് എത്രമാത്രം അവധാനതയോടെ, എത്ര കോൺഫിഡൻസോടുകൂടെ ഏത് തരം സമൂഹത്തോട്, ഏത് തരം വിശ്വാസികളോട്, ഏത് തരം വിഭാഗത്തോട്, എല്ലാ മനുഷ്യരോട്, മനുഷ്യരല്ലാത്തവരോട്, പ്രകൃതിയോട്, എല്ലാത്തിനോടും സംവദിക്കുന്ന ഒരു മതത്തിന്റെ, ഒരാശയത്തിന്റെ ആ വിശുദ്ധിയുടെ പേരാണല്ലോ വിശുദ്ധ ഇസ്ലാം എന്ന്. അതിന്റെ ഏറ്റവും മൂർച്ചയുള്ള, ഏറ്റവും ഉത്കൃഷ്ടമായ പദമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മനുഷ്യനെ കാണുന്ന, മനുഷ്യനെ ദർശിച്ച, മനുഷ്യനെ പരിഗണിച്ച ഒരു ആശയത്തിന്റെ, അതിന്റെ ഒരു പ്രഖ്യാപന വാക്യം എന്നത്. എന്നാൽ അതിന്റെ അവസാനത്തെ പടിയായി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത് എന്താ? ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്. ഒട്ടനേകം കാര്യങ്ങൾ എണ്ണി പറഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ ഒന്നിനെ മാത്രം ഇവിടെ പറയുന്നത് മാത്രം. ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് ഒരു പ്രയാസത്തെ, ഒരു തടസ്സത്തെ നീക്കിക്കളയുന്നത് നിങ്ങളുടെ ഈമാനിന്റെ ഭാഗമാണ് എന്ന്. നോക്കൂ, നിങ്ങൾ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഒരു ആശയത്തിന്റെ ഒരു മാസ്മരികത, ഒരു വിശുദ്ധി, നിങ്ങൾ ആരോട് ഇടപഴകുമ്പോഴും നിങ്ങൾ എന്താകണമെന്ന് വിശുദ്ധ ഇസ്ലാമിനെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ, അവിടുത്തെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കുന്ന ഒരു മതത്തിന്റെ സൗന്ദര്യം ഉണ്ടല്ലോ. വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് ഈ വിശ്വാസത്തെ പരിചയപ്പെടുത്തുന്നത്? അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള് എന്ന് തുടങ്ങുന്ന ആയത്തിൽ ഈ പ്രകാശത്തെയും ഈ പ്രകാശമയമായ വിശ്വാസത്തിന്റെ ആ വെളിച്ചത്തെയൊക്കെ ഏറ്റവും മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ടല്ലോ. കമിഷ്കാത്തിൻ ഫിഹാ മിസ്ബാഹുൻ അൽ മിസ്ബാഹു ഫി സുജാജ. എത്ര ഹൃദ്യമാണത്! എത്ര നമുക്ക് നമ്മുടെ സൗകുമാര്യതകളുടെ, ഭംഗികളുടെ, ദാർശനികതയുടെ, സൗന്ദര്യാത്മകതയുടെ എല്ലാത്തരം ചിന്തകളെയും നമ്മുടെ ആലോചനകളെയും അതിൻ്റെ മൂർത്തീഭാവങ്ങൾക്കും അപ്പുറത്ത് വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഒരു അവതരണമായി വിശുദ്ധ ഇസ്ലാം അതിൻ്റെ വിശ്വാസത്തെ തന്നെ ഏറ്റവും വിശുദ്ധമായ, ഏറ്റവും തെളിച്ചമുള്ള വെളിച്ചമായി അവതരിപ്പിച്ചിരിക്കുന്നു. ഈ വെളിച്ചത്തെ കെട്ടുപോകാതെ കാത്തുവെക്കാനും നമ്മൾ ഓരോരുത്തരും ഓരോ തെരുവ് വിളക്കുകളായി
പ്രകാശിക്കുന്ന വിളക്കുമാടങ്ങളായി, ജനങ്ങൾക്ക് സ്നേഹം കൊണ്ട്, വിശ്വാസം കൊണ്ട്, കർമ്മം കൊണ്ട്, സ്വഭാവം കൊണ്ട് അവർക്ക് എല്ലാ അർത്ഥത്തിലും വെളിച്ചം നൽകുന്ന പ്രകാശഗോപുരങ്ങളായി മാറുകയും ചെയ്യുക എന്ന ഒരു അടിസ്ഥാനപരമായ ഒരു വിശ്വാസി നിർവഹിക്കേണ്ട വലിയ ദൗത്യത്തെ പ്രത്യേകിച്ച് മുതഅല്ലിമുകളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചർച്ചകളിൽ കൂടുതൽ ഗൗരവത്തോടുകൂടെ ഉണ്ടാകേണ്ടതുണ്ട്. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുകയാണല്ലോ, നബിയെ അങ്ങേറ്റവും ഉത്കൃഷ്ടമായ ആ സ്വഭാവത്തിന്റെയും മേലെയാണ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ആശയമുണ്ട്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീറുകൾ നമുക്ക് കാണാൻ കഴിയും. നാല് അർത്ഥത്തിൽ, 4 ഭാഗങ്ങളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂർണ്ണതയെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അത് കമാലുൽ ഖുൽഖ്, കമാലുൽ ഖൽഖ്, ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനമായത്. സൃഷ്ടിപ്പിന്റെ പൂർണ്ണത, മറ്റൊന്ന് സ്വഭാവ വൈശിഷ്ട്യത്തിന്റെ സമഗ്രത, സമ്പൂർണത. ഇത് രണ്ടും തന്നെ നമുക്ക് ദീർഘമായി സംസാരിക്കാൻ മാത്രമുള്ള ആശയങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം എന്ന് പറയുമ്പോൾ മനുഷ്യൻ തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഫി അഹ്സനി തഖ്വീം എന്നാണല്ലോ. ഏറ്റവും മനോഹരമായ ഒരു ഘടനയിലാണ് എന്ന്. ആ ഘടനക്കും അപ്പുറത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമുള്ള ആ സൃഷ്ടിപ്പിന്റെ തന്നെ കമാലിയത്ത്, ആ കമാലിയത്താണല്ലോ റസൂലുള്ളാഹി ഉബൂദിയ്യത്ത് എന്നതിന്റെ പൂർണ്ണതയിലെത്തുന്നത്. കേവലം ഒരു അബ്ദല്ലല്ലോ, ആ അൽ അബ്ദ് എന്ന്. മിഅ്റാജ്, ഇസ്രാ ഒക്കെ കഴിഞ്ഞൊരു സമയം കൂടെയാണല്ലോ. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി, ആ അബ്ദ് എന്നാണല്ലോ അവിടെ പരിചയപ്പെടുത്തിയത്. എന്തായിരിക്കും അവിടെ അബ്ദ് എന്ന് പ്രയോഗിച്ചത്? ഖുർആനിലെ മറ്റനേകം സ്ഥലങ്ങളിൽ എന്തെല്ലാം വാക്കുകൾ, എന്തെല്ലാം സിഫാത്തുകൾ, നമുക്ക് വളരെ വലുതെന്ന് തോന്നുന്ന എന്തെല്ലാം സിഫാത്തുകൾ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പ്രത്യക്ഷത്തിൽ തന്നെ കേൾക്കുമ്പോൾ അവിടുത്തെ ഗാംഭീര്യതയെയും അവിടുത്തെ സൗന്ദര്യത്തെയും അവിടുത്തെ ജീവിത വിശുദ്ധിയെയും ഒക്കെ തെളിച്ചത്തോടുകൂടെ മനസ്സിലാകുന്ന എന്തെല്ലാം സിഫാത്തുകൾ ഖുർആനിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഉപയോഗിച്ചതിന്റെയൊക്കെ അപ്പുറത്ത് പേരുപയോഗിച്ചതുണ്ട്, പേര് വിളിക്കാതെ അവിടുത്തെ മറ്റ് ലഖബുകളായി ഉപയോഗിച്ചതുണ്ട്. പക്ഷേ ഇതിൽ നിന്നൊക്കെ ഭിന്നമായിട്ട് അബ്ദ് എന്ന പദമാണ് സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ജീവിതത്തിന്റെ ഒരു സമ്പൂർണത എന്ന് പറയുന്നത് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആ ലിഖാഇന്റെ വിശുദ്ധമായ നേരമാണല്ലോ. ആ നേരത്തെ പരിചയപ്പെടുത്താൻ മറ്റൊരു പദവും ഉപയോഗിക്കാതെ അബ്ദ് എന്ന് ഉപയോഗിക്കാനുള്ള കാരണം എന്തായിരിക്കും? ദീർഘമായി മുഫസ്സിറുകൾ ആ കാര്യത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. ഞാനത് ദീർഘമായി പോകല്ലോ. നിങ്ങൾ അതിന്റെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയവരും ഉൾക്കൊണ്ടവരൊക്കെ ആയിരിക്കും എന്നതോടൊപ്പം തന്നെ സൂചനകൾ തന്നു പോവുക എന്നത് മാത്രമാണല്ലോ നമ്മുടെ സമയത്തിന്റെ ഒരു സൗകര്യം. ഞാൻ പറയുന്നത് ആ അബ്ദ് എന്ന് പ്രയോഗിച്ചത് ആ ഉബൂദിയ്യത്തിന്റെ പൂർണ്ണതയിൽ ആ അക്മലുൽ കമാലായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊരു പ്രഖ്യാപനം കൂടെ ആണല്ലോ അത്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ സമ്പൂർണനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സൃഷ്ടിപ്പിൽ, അവിടുത്തെ ശാരീരികമായ സൗകുമാര്യതയിൽ, അവിടുത്തെ ശാരീരിക ഘടനയിൽ, അതോടൊപ്പം അവിടുത്തെ സ്വഭാവത്തിൽ, അതിലുള്ള പൂർണ്ണത, ആ പൂർണ്ണത വഇന്നക ലഅലാ ഖുലുഖിൻ അളീം എന്നത് ദ്യോതിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫളായിലുൽ അഖ്വാലും ഫളായിലുൽ അഅമാലും, ഏറ്റവും വിശുദ്ധമായ വാക്കുകൾ, ഏറ്റവും വിശുദ്ധമായ പ്രവൃത്തികൾ. ലോകത്തിന് ഒരിക്കൽ പോലും അത് മോശമായല്ലോ എന്ന് ഒരു മനുഷ്യനും ഒരു ജീവജാലങ്ങൾക്കും തോന്നിയിട്ടില്ലാത്ത വാക്കുകൾ, അത് വേണ്ടിയിരുന്നില്ല എന്ന് ഒന്നിനെപ്പോലും ചർച്ച ചെയ്യേണ്ടി വന്നിട്ടില്ലാത്ത വാക്കുകൾ, ഒന്നുപോലും അത് അങ്ങനെ എന്തിനാണ് നബി ചെയ്തത്, അത് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നാകുമായിരുന്നു എന്ന് നമുക്കൊരിക്കൽ പോലും, ഇത്രയേറെ ഹദീസുകളൊക്കെ നമ്മളിങ്ങനെ വായിച്ചു പഠിച്ചും പോകുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് കേവലം ബഹുമാനത്തിന്റെ ഭാഗം മാത്രമല്ല, അത് നമ്മൾ എത്ര നിരൂപണ വിധേയമായി അന്വേഷിച്ചാലും അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ കഴിയാത്ത വിധത്തിൽ ആ പ്രവർത്തനങ്ങളുടെയും വാക്കുകളുടെയും സമഗ്രതയാണ് വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ കാണുന്നതും മനസ്സിലാക്കുന്നതും. എങ്കിൽ ഈ വിശുദ്ധിയെ, ഈ സമഗ്രതയെ, ഈ സമ്പൂർണതയെ ഏറ്റെടുക്കുക എന്ന, അതിൽ നിന്ന് വെളിച്ചം പൊഴിച്ചുകൊണ്ടേയിരിക്കുക എന്ന ഒരു പ്രബോധകന്റെ അടിസ്ഥാന ഉത്തരവാദിത്വത്തെയാണ് നിങ്ങൾ ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്നത് എന്നത് ഏതായാലും പുതിയ കാലത്ത് സാർത്ഥകമാണ് എന്നത് ഞാനിവിടെ ഊന്നിപ്പറയുകയാണ്. ഒരാളോട് സംസാരിക്കുമ്പോൾ അവിടുന്ന് 3 തവണ സംസാരിക്കാറുണ്ടായിരുന്നു, നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും. പുഞ്ചിരിയോടെ അല്ലാതെ, ദേഷ്യം പിടിക്കേണ്ട സമയത്ത് ദേഷ്യം പിടിക്കുക എന്നത് നല്ല സ്വഭാവമാണല്ലോ, അതേസമയത്ത് പുഞ്ചിരിയോടെ അല്ലാതെ റസൂലുള്ളാഹിയെ കാണുന്നില്ലല്ലോ. 14-ാം രാവിന്റെ ആ ഒരു ചന്ദ്രന്റെ പൂർണ്ണേന്ദുവിന്റെ സൗന്ദര്യത്തെയും റസൂലുള്ളാഹിന്റെ മുഖത്തെയും ഞങ്ങളിങ്ങനെ മാറി മാറി നോക്കി, എനിക്ക് ആ റസൂലുള്ളാഹിന്റെ മുഖമാണ് ഏറ്റവും
ഭംഗിയുള്ളതായി തോന്നിയത് എന്ന സ്വഹാബത്തിന്റെ സാക്ഷിയൊക്കെ നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ എന്തായിരിക്കും ആ മുഖകമലത്തിന്റെ ഒരു വശ്യത എന്നാണ് നമ്മൾ ആലോചിച്ചു പോകുന്നത്. അത് കേവലം ഭൗതികം മാത്രം അല്ലല്ലോ, ഭൗതികം ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ തിരിച്ചറിയേണ്ട ആ ഒരു ഈമാനികമായ സൗന്ദര്യവും വശ്യതയും കൂടെ ചേർക്കുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു അനുഭൂതി എന്നാണ്. ഇതിൽ നിന്നാണല്ലോ നമ്മൾ പഠിച്ചെടുക്കേണ്ടത്, ഇതിൽ നിന്നാണല്ലോ നമ്മൾ കടമെടുക്കേണ്ടത്, ഇതാണല്ലോ നമുക്ക് പ്രചരിപ്പിക്കേണ്ടത്. വിശുദ്ധ ഇസ്ലാമിനെ ഭീകരവാദമായി, തീവ്രവാദമായി, അല്ലെങ്കിൽ മനുഷ്യപ്പറ്റില്ലാത്തവരൊക്കെയായി അങ്ങനെ പ്രഖ്യാപിക്കപ്പെടുകയും അവതരിപ്പിക്കപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ പ്രതിരോധങ്ങളുടെ രീതിശാസ്ത്രങ്ങളിലടക്കം മാറ്റം കൊണ്ടുവരേണ്ടതുണ്ടെന്നും എല്ലാത്തരം ആഭാസങ്ങളുടെയും അതോടൊപ്പം ഏറ്റവും മൂർച്ചയുള്ള എതിർപ്പുകളുടെയും ഒക്കെ മക്കയെ എങ്ങനെയാണ് റസൂലുള്ളാഹി അതിജയിച്ചത് എന്നും അതോടൊപ്പം മദീനയെ എങ്ങനെയാണ് കൂടെ കൊണ്ട് നടന്നത് എന്നും ആ തെളിമയിൽ എങ്ങനെയാണ് ലോകമാകം ഇസ്ലാമിലേക്ക് വന്നതു എന്നുള്ള വലിയ അന്വേഷണങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഗൗരവത്തോടു കൂടെ തന്നെ നടക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഈ തീം കുറെ കൂടെ പ്രസക്തമാവുക. നമുക്ക് ഈ സമൂഹത്തോട് സംവദിക്കാനുള്ള വഴികളെക്കുറിച്ച്, നമ്മൾ ഇടപെടേണ്ടതിൻ്റെ രീതികളെക്കുറിച്ച്, നമുക്ക് സംസാരിക്കേണ്ടതിനെ കുറിച്ച്, നമുക്ക് അവരെ കാണേണ്ടതിനെ കുറിച്ച്, അവരോട് കൂടെ നിൽക്കേണ്ടതിനെ കുറിച്ചൊക്കെ നമുക്ക് കുറെ കൂടെ വലിയ ആലോചനകൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ഹദീസിൽ ഷമായിൽ കാണാം, തുർമുദി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഷമായിൽ കാണാം, ഒരു സദസ്സിലിരിക്കുമ്പോൾ കൂട്ടത്തിലുള്ള ആർക്കും എന്നെക്കാളും അക്രമാണ്, എന്നെക്കാളും ശ്രേഷ്ഠതയുള്ള ആളാണ് അപ്പുറത്തിരിക്കുന്നത് എന്ന് റസൂലുള്ളാഹിന്റെ സദസ്സിലിരിക്കുമ്പോൾ തോന്നാറില്ല എന്നാണ്. അവ എത്ര വലിയ ആയിരക്കണക്കിന് സ്വഹാബത്ത് സദസ്സിലുണ്ടായിരിക്കെ എല്ലാവരെയും ഒരേപോലെ പരിഗണിക്കാൻ കഴിയുക എന്ന എന്തുതരം മാസ്പരികതയായിരിക്കും അവിടുന്ന് ഉപയോഗിച്ചിട്ടുണ്ടാവുക. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട മാറ്റം എന്താണ്, ഒരു പ്രബോധകന്റെ ജീവിതത്തിന്റെ സൗന്ദര്യം എന്താണ് എന്ന വലിയ ആലോചനകൾ നമ്മുടെ ഉള്ളിൽ കൃത്യമായി നടക്കേണ്ടതുണ്ട്. അള്ളാഹു ത്വയ്യിബാണ്, ത്വയ്യിബിനെ ഇഷ്ടപ്പെടുന്നു എന്നാണല്ലോ, ത്വയ്യിബ് മാത്രമേ സ്വീകരിക്കുള്ളൂ എന്ന് ഹദീസൊക്കെ കാണാൻ കഴിയും. അപ്പൊ ആ ത്വയ്യിബിനെ, ആ സുഗന്ധത്തെ അതൊരു കേവലമായ യുക്തി അർത്ഥത്തിൽ നിന്ന് മാറ്റി അതിൻ്റെ ഒരു സൗന്ദര്യമുള്ള ഒരു വൈകാരികമായ അർത്ഥത്തിലേക്ക്, ഭാവനാത്മകമായ അർത്ഥത്തിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്രമാത്രം മധുരമാണത്. നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന എന്തു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോഴും അത് നല്ലതു തന്നെയാണ്. വിശുദ്ധ ഇസ്ലാമിൽ നല്ലത് തന്നെയാണ്. കേവല യുക്തി കൊണ്ട് നമുക്ക് നല്ലത് എന്ന് തോന്നുന്ന ഒരു കാര്യം വിശുദ്ധ ഇസ്ലാം വിലക്കുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് ചീത്ത എന്ന് തോന്നുന്ന, നിങ്ങൾ സമൂഹത്തിൽ ഇറങ്ങിയിട്ട് ചീത്ത എന്ന് തോന്നുന്ന ഒരു കാര്യം അത് ഇസ്ലാം അതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ നമ്മുടെ പൊതുസമൂഹത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘങ്ങളോ നേരത്തെ സൂചിപ്പിച്ച പ്രത്യയശാസ്ത്രങ്ങളോ ഒക്കെ മുമ്പിൽ വെച്ച ഏത് നന്മയാണ് വിശുദ്ധ ഇസ്ലാമിൽ നിന്ന് ഇല്ലാതെ പോയത്, നമ്മൾ എടുത്തൊഴിവാക്കിയത്? എന്നാൽ ഏതെങ്കിലും ഒരു സമൂഹം തിന്മയായി കണ്ട എന്തു കാര്യമാണ് നമ്മളിവിടെ ചെയ്യാമെന്ന് അതിന് അനുകൂലമായ വിധി പറഞ്ഞത്? അപ്പോ ഏതൊരു ധാർമ്മിക ബോധമുള്ള ഭദ്രമായ കൃത്യമായ യുക്തി ചിന്തയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അല്ലാത്ത മറ്റൊരു ഉത്തരം സാധ്യമല്ലാത്ത വിധത്തിൽ ഇവിടുത്തെ ഈ ആശയ കൃത്യതകൾ, സൂക്ഷ്മതകൾ അത് ഏറ്റവും മനോഹരമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇതിനെയാണ് നമുക്ക് ഇനിയും കുറെ കൂടെ വിപുലമായി പുതിയ കാലത്ത് ഉത്തരവാദിത്വമായി ഏറ്റെടുക്കേണ്ടത്. അപ്പോഴും പാരസ്പര്യത്തെക്കുറിച്ച്, ജനങ്ങളോട് ഇടപഴകേണ്ടതിനെ കുറിച്ച് തന്നെയാണല്ലോ നമുക്ക് സംസാരിക്കാനുള്ളത്. ഇസ്ലാമിൽ നോക്കൂ നിങ്ങൾ, എന്തെല്ലാം നന്മകൾ, ഈ നന്മകളിൽ മുഴുവനും ഏറ്റവും പ്രധാനമായി ഉണ്ടാകുന്ന ഒട്ടനേകം നന്മകൾ, വൈയക്തികമായ ഇബാദത്തുകളുണ്ട്. ആ വൈയക്തികമായ ഇബാദത്തുകൾ അത് അള്ളാഹുവിനോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം എന്ന അർത്ഥത്തിൽ നിർവഹിക്കുന്നതോടൊപ്പം അതിന് തുല്യമായോ അതിൽ അല്ലെങ്കിൽ തൊട്ട് താഴെയോ ആയിട്ട് ഇബാദത്തായി പരിഗണിച്ച കാര്യങ്ങൾ, നേരത്തെ സൂചിപ്പിച്ച ഒരു പുഞ്ചിരി, ആ പുഞ്ചിരി തബസ്സുമുക ഫീ വജ്ഹി അഖീക സ്വദഖ. നിങ്ങളുടെ ഒരു കൂട്ടുകാരനെ നോക്കിയിട്ട് പുഞ്ചിരിക്കാനുള്ളത് എൻ്റെ ഒരു കാര്യമില്ല, ഞാനിട്ട് പോയിക്കോളാം, വേണ്ട, പറ്റില്ല, നിങ്ങൾക്കതിന് പ്രതിഫലം തരാം. നിങ്ങൾ പുഞ്ചിരിച്ചോളൂ, നിങ്ങൾക്ക് പ്രതിഫലം തരാം. നിങ്ങൾ സുഗന്ധം ഉപയോഗിക്കുന്നു, എനിക്ക് സുഗന്ധം ഉപയോഗിക്കുന്നു, വേണ്ട, പറ്റില്ല, നിങ്ങൾക്ക് അതിന് പ്രതിഫലം തരാം. കാരണം അതിന്റെ സുഖം അനുഭവിക്കുന്നത് നിങ്ങൾ മാത്രമല്ല. നിങ്ങളൊരാളോട് പുഞ്ചിരിക്കുമ്പോൾ, നിങ്ങളൊരു സദസ്സിലേക്ക് പോകുമ്പോൾ, നിങ്ങൾ അവിടെ നല്ല സ്വഭാവത്തിൽ പെരുമാറുമ്പോൾ, നിങ്ങളൊരു സുഗന്ധം ഉപയോഗിക്കുമ്പോൾ അത് ഇവിടെയുള്ള മറ്റു എല്ലാ മനുഷ്യരെയുള്ള പരിഗണനയാണ്, അവരോടുള്ള സ്നേഹമാണ്, അവർക്കാണ് അതിന്റെ ഒരു മധുരം അനുഭവിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് നിങ്ങളിട്ട് പോകേണ്ട, നിങ്ങൾക്ക് പ്രതിഫലം തരാം, നിങ്ങൾക്കതിനുള്ള പ്രചോദനം തരാം, നിങ്ങൾക്കതിനുള്ള പ്രചോദനമായി ആഖിറത്തിൽ നിങ്ങൾക്കതിന് വലിയ കൂലി തരാം, പ്രതിഫലം തരാം. നോക്കൂ നിങ്ങൾ, ഇത്ആമുത്താമാണല്ലോ അയ്യുൽ ഇസ്ലാമി അഫ്ളൽ എന്ന ചോദ്യത്തിന് റസൂലുള്ളാഹി മറുപടി പറയുന്നത് ഇത്ആമുത്താം, ഭക്ഷണം കൊടുക്കൂ എന്നാണ്.
അത് സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഒക്കെ ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരു സംസ്കാരം നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെട്ടിട്ടുണ്ടല്ലോ. പാരമ്പര്യ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരടയാളം തന്നെ അതാണല്ലോ. നിങ്ങൾ വീട് കൂടുന്ന സന്തോഷമാണ്, കല്യാണത്തിന്റെ സന്തോഷമാണ്, നിങ്ങൾ അവിടെ ഭക്ഷണം വിതരണം ചെയ്യും. നിങ്ങൾക്ക് മരണം, ആരെങ്കിലും നമ്മുടെ സ്വന്തക്കാരെങ്കിലും മരിച്ചുപോയ ദുഃഖത്തിലാണോ നിങ്ങൾ അവിടെയും ഭക്ഷണം വിതരണം ചെയ്യും. ജനങ്ങളോട് ഇടപഴകാതെ, ജനങ്ങളോട് ചേർന്ന് നിൽക്കാതെ, ജനങ്ങളെ പരിഗണിക്കാതെ, അവരുടെ കൂട്ടത്തിലിരിക്കാതെ നമുക്ക് ഇസ്ലാമിന്റെ പൂർണ്ണത സാധ്യമല്ല എന്ന അർത്ഥത്തിലേക്ക് നമ്മൾ ഈ ജീവിതത്തെ, ഈ വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന, വിഭാവനം ചെയ്യുന്ന ജീവിതത്തെ തിരിച്ചറിയണം. 40 വീടുകൾ മറിഞ്ഞെത്തി സ്വന്തം കൊടുത്തയച്ച വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തിയ അത്താഴത്തെക്കുറിച്ച്, 40 വീടുകളിൽ കയറിയിറങ്ങി കൊടുത്തുവിട്ട വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തിയ അത്താഴത്തിന്റെ ചരിത്രം, കഥ വിശുദ്ധ ഇസ്ലാമിന്റെ പോയ കാലത്ത് നമുക്ക് വായിക്കാനാകുന്നുണ്ട്. മരണത്തിന്റെ ആ വെപ്രാള നേരത്ത്, യുദ്ധത്തിൽ നിന്ന് ഷഹീദാകാൻ കിടക്കുന്ന സമയത്ത് ആവശ്യപ്പെട്ട വെള്ളം സ്വന്തം കുടിക്കാതെ മറ്റു കൂട്ടുകാരിലേക്ക് കൈമാറിയിട്ട് അതും തിരിച്ചെത്തുമ്പോഴത്തേക്ക് ഓരോരുത്തർ മരിച്ചുപോയ യുദ്ധത്തിന്റെ ആ വലിയ ചരിത്രവും വലിയ പാഠവും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ പറയുന്നത്, മറ്റുള്ളവരെ പരിഗണിക്കുക, ചേർന്ന് നിൽക്കുക, സ്നേഹത്തോടെ സഹവർത്തിത്വത്തോടുകൂടെ ഇടപഴകുക എന്നത് അത് ഏറ്റവും വലിയ ഇസ്ലാമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. എല്ലാത്തരം മനുഷ്യരെയും ചേർത്തു നിർത്താനും ചേർത്ത് പിടിക്കാനും കഴിയണം. ഈ ലഹരി അടക്കമുള്ള എല്ലാത്തരം അശ്ലീലതകളും ആഭാസങ്ങളൊക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ, പുതിയ തലമുറ വഴിതെറ്റുന്നു എന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? പിന്നെയും അവരെ ഈ ന്യൂ ജനറേഷൻ എന്ന ഒരു നെഗറ്റീവായ മുദ്രകുത്തി അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയത് കൊണ്ട് എന്ത് ദഅവത്താണ് നമുക്ക് സാധിക്കാനുള്ളത്? മറിച്ച് നിങ്ങൾ അവരോട് സംസാരിക്കൂ, നിങ്ങൾ അവരുടെ കൂടെ ഇടപെടൂ, നിങ്ങൾ അവർക്ക് ഈ മതത്തിന്റെ സൗന്ദര്യമുള്ള ദർശനങ്ങളെ കുറിച്ച് അവർക്ക് ബോധ്യം നൽകൂ. ആ തിരിച്ചറിവ് അവർക്കുണ്ടാകുന്ന ഘട്ടത്തിൽ അവർ സ്വാഭാവികമായും അവരുടെ വൈയക്തികമായ ഒരു സ്വഭാവത്തിൽ ഈ വിശുദ്ധ മതത്തിലേക്ക് ആകൃഷ്ടരായി നമ്മുടെ സൗഹൃദത്തിന്റെ പേരിൽ അവരെ നന്നാക്കാനുള്ള പലതരം വഴികൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ, നമ്മുടെ ദഅവത്ത് എന്നത് മറ്റെന്തോ കേരളത്തിൽ നിന്ന് വണ്ടി കയറി പുറത്തുപോയി ചെയ്യേണ്ടതാണെന്നും, മറ്റെല്ലാം നമ്മുടെ ഒരു പള്ളിയിലോ മദ്രസയിലോ ജോലി ചെയ്യുന്നത് പോലും അതിന്റെ ജോലി മാത്രമാണെന്നും, ആ 1.5 മണിക്കൂർ അല്ലെങ്കിൽ 5 വക്ത നിസ്കാരത്തിന്റെ സമയവും കഴിച്ച് ബാക്കിയുള്ളത് ഞാനാണ്, എന്റെ പാടാണ് എന്ന് വിചാരിക്കും വിധത്തിലേക്ക് നമ്മുടെ മുതഅല്ലിമുകളുടെ, ഉസ്താദുമാരുടെ, നമ്മുടെയൊക്കെ ഒരു സ്വഭാവത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരവസ്ഥകളുടെ കാരണക്കാര് നമ്മൾ തന്നെയല്ലേ എന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു ആഭ്യന്തരമായ ഒരു ആന്തരികമായ ഒരു ആലോചന, ആത്മവിചാരണ സ്വാഭാവികമായും ഉണ്ടാകേണ്ടതല്ലേ എന്ന് പ്രിയപ്പെട്ട കൂട്ടുകാരോട് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ സമൂഹത്തിന്റെ കൂടെ നിൽക്കാൻ, സമൂഹത്തെ ചേർത്ത് നിർത്തുക എന്നതാണ്, വിദ്യാർത്ഥികളുടെ കൂടെ നിൽക്കുക എന്നതാണ്, അവരെ മാറ്റിയെടുക്കാൻ രക്ഷിതാക്കൾ കൂടെ നിൽക്കണം, സമൂഹം കൂടെ നിൽക്കണം, സമൂഹത്തിൽ ഇടപെടുന്നവർ കൂടെ നിൽക്കണം, അങ്ങനെ എല്ലാവരും, അധ്യാപകർ കൂടെ നിൽക്കണം. അങ്ങനെ കൂടെ നിൽക്കുക എന്നതാണ് ഈ ദുരവസ്ഥകളിൽ നിന്ന്, ഈ അശ്ലീലതകളിൽ നിന്ന് ഒരു പുതിയ തലമുറയെ മാറ്റി നിർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി എന്ന് സയൻസിന്റെ കയ്യിൽ പോലും ഏറ്റവും പ്രധാനമായത് പറയാനുള്ളത് ഇത് നിങ്ങൾ ചെയ്യൂ എന്നാണ് സയൻസ് പോലും നമ്മളോട് പറയുന്നതെങ്കിൽ ഈ ഇടപഴക്കത്തെ കുറിച്ച് തന്നെയാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ നിരന്തരം പഠിപ്പിച്ചത്. ഈ ബോധ്യമാണ് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നമുക്ക് ഉണ്ടാകേണ്ടത്. അങ്ങനെ ഒരു വലിയ കാലത്തെ വീണ്ടെടുക്കാൻ നമുക്ക് കഴിയണം. മുഹാജിറുകളായ സ്വഹാബ മക്കയിൽ നിന്ന് മദീനയിലെത്തുന്ന നേരത്ത് മദീന എങ്ങനെയാണ് മുഹാജിറുകളായ സ്വഹാബത്തിനെ ഏറ്റെടുത്തത് എന്നത് ചരിത്രത്തിലെ ധീരോദാത്തമായ ഒരു വലിയൊരു ആഖ്യാനമാണല്ലോ. ഒന്നുമില്ലാതെ വിശുദ്ധ മതത്തിന്റെ സംരക്ഷണം മാത്രം കരുതി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി എത്തിച്ചേർന്നവരോട് ഇന്നത്തെ പലായനവും അതേപോലെ ഈ കുടിയേറ്റങ്ങളുടെ നിയമക്കുരുക്കുകളും അതിൽ നിന്ന് രാഷ്ട്രങ്ങളിൽ നിന്ന് നാടുകടത്തലുകളും കൈകളിലും കാലുകളിലും വിലങ്ങണിയിച്ച് സ്വന്തം നാട്ടുകളിലേക്ക് സൈനിക വിമാനങ്ങളിൽ തിരിച്ചയച്ച് ക്രൂരമായി മനുഷ്യത്വത്തെ അവമതിക്കും വിധത്തിൽ ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വംശീയമായ കാഴ്ചപ്പാടുകളുടെ ഒരു കാലത്ത്, നൂറ്റാണ്ടുകളുടെ മുമ്പ്, നമ്മൾ 6-ാം നൂറ്റാണ്ട് എന്ന് വളരെ നെഗറ്റീവായി അങ്ങനെ മുദ്ര കുത്തിപ്പോന്ന 6-ാം നൂറ്റാണ്ടിലെ സമൂഹം കാണിച്ച ഒരു വിപ്ലവകരമായ മാതൃകയുണ്ട്. സ്വന്തം നാടും വീടും കുടുംബവും സമ്പാദ്യങ്ങളും കച്ചവടങ്ങളും താല്പര്യങ്ങളും മുഴുവനും ഒഴിവാക്കി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തെത്തിയവരെ ആ അൻസാറുകളായ സ്വഹാബ, ആ പേര് തന്നെ നോക്കൂ നിങ്ങൾ, അൻസാർ എന്ന ഏറ്റവും വിശുദ്ധമായ ഒരു പേര് കൊണ്ട്
ചരിത്രത്തിൽ മുഴുവനും ലോകാവസാനം വരെ അടയാളപ്പെട്ടു പോയിരിക്കുന്നു ആ സ്വഹാബ റളിയല്ലാഹു അൻഹും. അതിനുമാത്രം അവരുടെ ഹൃദയമാണ് അവർ തുറന്നു വെച്ചത്. അവരുടെ ഹൃദയത്തിലേക്കാണ് അവർ സ്വീകരിച്ചത്. അവർ എല്ലാം പകുത്തു നൽകി, അവരുടെ ജീവിതം പകുത്തു നൽകി, അവരുടെ സമ്പാദ്യങ്ങൾ പകുത്തു നൽകി, അവരുടെ ജീവിതോപാധികൾ പകുത്തു നൽകി, എല്ലാം പകുത്തു നൽകി. ഒന്നിലേറെ ഭാര്യമാരുള്ളവർ തങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ നിങ്ങൾ വിവാഹം ചെയ്യൂ എന്ന് പറഞ്ഞ് മുഹാജിറുകളുടെ കൂടെ അവരെ ജീവിപ്പിക്കാൻ വേണ്ടി, അവരെ അസ്തിത്വമുള്ളവരാക്കാൻ വേണ്ടി, അവരെ ആ ദേശീയതയുടെ അവിടുത്തെ ആ ഉത്കൃഷ്ടമായ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടി അവർ നിരാശരായി, അവർ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരായി, അവർ അവമതിക്കപ്പെട്ടവരായി, അവർ അപരവൽക്കരിക്കപ്പെട്ടവരായി മാറിപ്പോകരുത് എന്ന നിശ്ചയത്തിൽ ആ മുഹാജിറുകളായ സ്വഹാബയെ എല്ലാ അർത്ഥത്തിലും ഹൃദയം തുറന്നു വെച്ചു സ്വീകരിച്ച മദീനയിലെ അൻസാറുകളായ സ്വഹാബത്തിന്റെ ഹൃദയവിശാലതയും ആ സ്വീകരണത്തിന്റെ സൗകുമാര്യതയൊക്കെയാണ് നമുക്കിന്നും പാഠമായി നമ്മുടെ മുമ്പിലുള്ളത്. ഇതുതന്നെയാണ് ലോകത്തോട് നമുക്ക് എക്കാലത്തും പറയാനുള്ളത്. അനധികൃതമായ കുടിയേറ്റങ്ങളടക്കം അതിനോട് സ്വീകരിക്കേണ്ട സമീപന രീതി അത് മനുഷ്യത്വപരമായിരിക്കണം എന്നതിൽ ഈ പുതിയ കാലത്ത് പ്രത്യേകിച്ച് ഈ വൈയക്തികമായ സ്വാതന്ത്ര്യങ്ങളെയും അതേപോലെ പൗരാവകാശങ്ങളെയും ഗ്ലോബൽ സിറ്റിസൺ എന്ന ഒരു ആശയം രൂപപ്പെടുകയും ആ ഒരു ആഗോള പൗരത്വത്തിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ നോക്കിക്കാണണമെന്ന് ജനാധിപത്യത്തിന്റെ പുതിയ തരം ആശയങ്ങൾ സ്വീകരിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് തന്നെയാണ് ഏറ്റവും വലിയ ജനാധിപത്യം ഞങ്ങളാണ് എന്ന്, അല്ലെങ്കിൽ പൗരാവകാശം ഞങ്ങളാണ് സംരക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമേരിക്കയിൽ നിന്ന് തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുടിയേറിയിട്ട്, നിയമപരമായോ അല്ലാതെയോ കുടിയേറി നിലവിൽ കയ്യിൽ രേഖകളില്ലാതെ പോയതിന്റെ പേരിൽ ക്രൂരമായി, കിരാതമായി മനുഷ്യരോട് ഇടപെടുന്നതിന്റെ അവസാനത്തെ ആ പടിയും ലംഘിച്ചുകൊണ്ട് പൈശാചികമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന വർത്തമാനം നമ്മുടെ മുമ്പിലുണ്ട്. വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ ആശയങ്ങളുടെ സൗന്ദര്യത്തെ ഹൃദയപൂർവ്വം ഇനിയും ജീവിക്കുക. പാരമ്പര്യ ഇസ്ലാം തന്നെയാണ് നമ്മുടെ ഇന്നത്തെ തീവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ പാരമ്പര്യ ഇസ്ലാമാണ് ഈ സ്നേഹത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ, സൗഹൃദത്തിന്റെ ഈ കാഴ്ചപ്പാടുകൾ ഇപ്പോഴും കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകത്തെല്ലായിടത്തും അത് അങ്ങനെ തന്നെയാണ്. പാരമ്പര്യ ഇസ്ലാമിൽ നിന്ന് ഭിന്നമായ ആശയങ്ങളോടെ പുറത്തുപോയ എല്ലാതരം സമൂഹവും അതിന്റെ അടിസ്ഥാന ആശയങ്ങളിൽ നിന്ന് വഴിമാറിപ്പോയിട്ടുണ്ട്. അത് കേവലം തറാവീഹിന്റെ റകഅത്തിലോ അല്ലെങ്കിൽ കൈകെട്ടുന്നതിന്റെ വിഷയത്തിലോ അല്ലെങ്കിൽ ഈമാനിന്റെ വിഷയത്തിലോ മാത്രമൊന്നുമല്ല. ഈ പാരമ്പര്യമായി നമുക്ക് കൈമാറി കിട്ടിയ നമ്മുടെ ചര്യകളെ വിശുദ്ധ മതത്തിന്റെ എല്ലാ സർവോന്മുഖമായ ആശയങ്ങളിൽ നിന്നും അവർ വഴിമാറിപ്പോയിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ജമാഅത്തെ ഇസ്ലാമിയൊക്കെ അടങ്ങുന്ന ഒരു സംഘം നമ്മുടെ ഇടയിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇത് തന്നെയാണ് എന്ന് കുറച്ചുകൂടെ വ്യക്തതയിൽ നമ്മൾ തിരിച്ചറിയണം. ജമാഅത്തെ ഇസ്ലാമിക്ക് എന്താണ് കുഴപ്പമെന്നൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നാം. കേവലം ആശയപരമായ ചർച്ചയിലേക്ക് നാം പോകുന്നില്ല, കാരണം നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതേസമയത്ത് അതോടൊപ്പം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പാരമ്പര്യ ഇസ്ലാം വിഭാവന ചെയ്ത ഈ ജനങ്ങളോട് സ്നേഹത്തോടെ ഇടപഴകാനുള്ള, വിശ്വാസപരമായി നമുക്ക് എല്ലാതരം സംഘങ്ങളോട് നമുക്ക് വിയോജിപ്പുകളുണ്ട്. പക്ഷെ ആ വിയോജിപ്പുകളോടൊപ്പം തന്നെ അവരോട് ചേർന്ന് നിൽക്കാൻ, ലക്കും ദീനുക്കും വലിയ ദീൻ എന്നാണല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം അനുസരിച്ച് നിങ്ങൾ ജീവിക്കൂ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതവും ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങളുടെ പാരമ്പര്യവും ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴിയൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴും മനുഷ്യൻ എന്ന അർത്ഥത്തിൽ അവരോട് ഇടപഴകണം എന്ന് തന്നെയാണല്ലോ വിശുദ്ധ ഇസ്ലാം നമ്മളോട് നിഷ്കർഷിക്കുന്നത്. അതും അതിൻ്റെ അപ്പുറത്ത് അതിനെ ഇല്ലാതാക്കി തങ്ങളുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ സാംസ്കാരികമായ ഇസ്ലാമിനെ വ്യഭിചരിക്കുകയും ഇല്ലാതാക്കുകയും തീവ്രവാദപരമായ ആശയങ്ങൾ, പുറത്തവർ ഭയങ്കര ജനറൽ ആയിരിക്കും കേട്ടോ, പുറത്തവർ നമ്മളെക്കാളും അൾട്രാ ജനറൽ ആയിരിക്കും. അൾട്രാ സെക്യുലറിസത്തെ കുറിച്ച് അവർ ചർച്ച ചെയ്യും. അവരുടെ സംഘടനയുടെ ഇനി വേണമെങ്കിൽ ഷൂറയിലടക്കം അവർ മുസ്ലിങ്ങൾ എടുത്തുകൂടായിയൊന്നുമില്ല. അപ്പൊ അതിന് മാത്രം അവർ സെക്യുലറിസ് ഒക്കെ പുറത്ത് കാണിക്കുമ്പോഴും അകത്ത് കുറെ കൂടെ തീവ്രമായി ആലോചിക്കുകയും ഈ സെക്യുലറായ മതത്തിന്റെയും സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും ഒക്കെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും ഒക്കെ നശിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇടപെടുന്നു എന്നത് തന്നെയാണ് ലോകത്തെല്ലായിടത്തും. ഇഖ്വാനുൽ മുസ്ലിമീൻ ആണെങ്കിലും ഇന്ത്യയിലെയും പാകിസ്ഥാൻ, ബംഗ്ലാദേശ്
ബംഗ്ലാദേശ് പോലെയുള്ള സ്ഥലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും ഈ മൗദൂദിസ്റ്റ് ആശയങ്ങളും അതേപോലെ റഷീദ് റിളയും ജമാലുദ്ദീൻ അഫ്ഗാനിയും ഒക്കെ മുന്നോട്ട് വെച്ച ഈ തീവ്ര ആശയങ്ങളിൽ നിന്ന് സംഘടിക്കപ്പെട്ട ഇത്തരം എല്ലാ സംഘങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചേറെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനുണ്ട്. ഈ സമൂഹത്തിൽ നമുക്ക് ഇറങ്ങേണ്ടതുണ്ട്. ഈ സമൂഹത്തോട് വിശുദ്ധ മതം എന്താണ് എന്ന് വയലുകൊണ്ടല്ല, പ്രസംഗം കൊണ്ടല്ല, ജീവിച്ചു കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ സമൂഹത്തിന് വേണ്ടിയാണ്, നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയാണ്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇടപെടുന്നത് എന്ന്, അത് ഞങ്ങളുടെ മതപരമായ ഉത്തരവാദിത്വമാണ് എന്ന്. നമ്മുടെ തെരുവിൽ ഒരാൾ ബാക്കിയാകുന്നെങ്കിൽ അവന്റെ വിശ്വാസം നോക്കിയല്ല, അവന്റെ മതം നോക്കിയല്ല, അവന്റെ മതവും വിശ്വാസവും നോക്കാതെ തന്നെ ആ വിശന്നു കിടക്കുന്ന ഒരാളുടെ വിശപ്പകറ്റേണ്ടുന്ന ബാധ്യത ധനാഢ്യരായ അല്ലെങ്കിൽ അത് നൽകാൻ ശേഷിയുള്ളവർക്കുണ്ട് എന്ന് തിരിച്ചറിയുന്നിടത്താണല്ലോ വിശുദ്ധ ഇസ്ലാമിന്റെ പൂർണ്ണതയുണ്ടാകുന്നത്. എന്റെ നാട്ടിൽ ആരെങ്കിലും ഒരാൾ വിശക്കുന്നുണ്ടോ എന്ന, അസൗകര്യങ്ങളിൽ ജീവിക്കുന്നുണ്ടോ എന്ന അന്വേഷണമായി രാത്രിയിൽ ഇറങ്ങിയ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവചരിത്രം നമുക്ക് പാഠമാകേണ്ടതുണ്ട്. നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ, നമ്മുടെ തെരുവുകളിൽ, നമ്മുടെ ഇടവഴികളിൽ ജീവിക്കാൻ ഗതിയില്ലാതെ പോയ അനേകായിരം മനുഷ്യരുണ്ട്. ആ തെരുവുകളിൽ നിന്ന് നമുക്ക് ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കണം. ആ തെരുവുകളിൽ നമുക്ക് വിപ്ലവങ്ങളുടെ ശബ്ദങ്ങൾ ഉണ്ടാകണം. ആ തെരുവുകളിൽ നിന്ന് നമുക്ക് നമ്മുടെ രാജ്യത്തെയും സമൂഹത്തെയും വീണ്ടെടുക്കാൻ കഴിയണം. പക്ഷെ ആ തെരുവുകൾ ഒരു സമൂഹത്തിന്റെ അഭയകേന്ദ്രമാകരുത്. ഒരു സമൂഹത്തിന്റെ ആശയപരമായ അഭയങ്ങൾക്കും അപ്പുറത്ത് അവന്റെ വൈയക്തികമായ ജീവിതത്തിന്റെ അഭയമായി തെരുവുകൾ മാറരുത്. ഈ തെരുവുകളിൽ മനുഷ്യർ കണ്ടുമുട്ടണം, മനുഷ്യർ ഇടപഴകണം, മനുഷ്യർ സഹവർത്തിത്വത്തോടുകൂടെ സംസാരിക്കണം. നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സംസ്കാരത്തെക്കുറിച്ച്, പൈതൃകത്തെക്കുറിച്ച്, രാജ്യത്തെക്കുറിച്ച്, ജനാധിപത്യത്തെക്കുറിച്ച് നമുക്ക് അവിടെ നിന്ന് സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരണം. ഈ തെരുവുകളിൽ സമരോത്സുകമായി ഇടപെടുന്ന ഒരു ജനാധിപത്യ പ്രക്രിയയുടെ കൂടെ ഭാഗമായി നമുക്ക് നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ കർമ്മങ്ങളെയൊക്കെ അവതരിപ്പിക്കാനും ആവിഷ്കരിക്കാനും കഴിയുന്നിടത്താണ് നമ്മുടെ വിശ്വാസത്തിന്റെ സമഗ്രത രൂപപ്പെടുന്നത് എന്ന തിരിച്ചറിവിൽ പ്രിയപ്പെട്ടവരെ, ഈ ആശയത്തെ കുറെ കൂടെ മൂർച്ചയിൽ നമ്മൾ ഏറ്റെടുത്ത് നമ്മുടെ സഹപാഠികളോട്, നമ്മുടെ സഹജീവികളോട് എല്ലാവരോടും സ്നേഹത്തിലും സൗഹൃദത്തിലും ഇടപഴകി വിശുദ്ധ ഇസ്ലാമിന്റെ ജീവിക്കുന്ന ആവിഷ്കാരങ്ങളായി നമ്മൾ ഓരോരുത്തരും മാറുന്ന ഒരു കാലത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ച് എൻ്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമുകളോട്, ഈ ഫെസ്റ്റ് കഴിഞ്ഞ് അവസാനിച്ച് നമ്മൾ ഇതൊക്കെ കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് ബാക്കിയാകുന്നത് നമ്മൾ കേട്ട പ്രസംഗങ്ങളോ നമ്മൾ അവതരിപ്പിച്ച പരിപാടികളോ എന്നതിൻ്റെയും അപ്പുറത്ത് നമ്മൾ നേടിയെടുത്ത കഴിവുകളും ബാക്കിയാകുന്ന ഇനിയുള്ള കാലത്തേക്ക് എൻ്റെ അന്വേഷണം, എൻ്റെ ജീവിതം, എൻ്റെ വായന, എൻ്റെ മുത്താല അത് ഏത് വഴിയിലാകണം എന്നൊരു തിരിച്ചറിവ് കൊണ്ടാകണം ഈ ഫെസ്റ്റ് കാലം അവസാനിച്ചു പോകേണ്ടത്. ഈ ഫെസ്റ്റ് കാലം കഴിയുമ്പോൾ നിങ്ങൾ വൈയക്തികമായി നിങ്ങളുടെ ഗ്രൂപ്പിന്റെ ആഘോഷങ്ങളും സന്തോഷങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെയും വൈയക്തികമായി ഞാൻ നോക്കിയെടുത്ത കിതാബുകളുടെ പേജ് എത്രയാണ് എന്ന്, ഞാൻ കുതുബ്ഖാനയിൽ ഇരുന്ന നേരം എത്രയാണ് എന്ന്, ഞാൻ ഇതിനു വേണ്ടി പഠിച്ചെടുത്ത പുതിയ പാഠങ്ങൾ എന്തൊക്കെയാണ് എന്ന്, ഞാൻ നോട്ട് ചെയ്തു വെച്ച എൻ്റെ നോട്ട്സുകളിൽ എന്തെല്ലാം എനിക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞുവെന്ന് ദീർഘമായ എത്ര നേരമാണ് രാവൊഴിഞ്ഞ് ഞാൻ എൻ്റെ കിതാബുകളുടെ മുമ്പിൽ മത്സരിക്കാൻ വേണ്ടി ഞാൻ പഠിച്ചെടുത്തത്, കിതാബുകൾ മുതാല ചെയ്യാൻ വേണ്ടി ഇരുന്നത് എന്ന്, അങ്ങനെ ഒരു ആലോചന കൂടെ വൈയക്തികമായി നിങ്ങളിൽ ഉണ്ടാകുമ്പോഴാണ് ഈ ഫെസ്റ്റുകൾ അതിൻ്റെ റിസൾട്ടുകൾ ഉണ്ടാക്കുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ ബാക്കിയുള്ള കാലത്തേക്ക് കൂടെ ദിശ നിർണയിക്കുന്നത്. അങ്ങനെ വരാനുള്ള ജീവിതത്തിലേക്ക് മുഴുവനും ദിശ നിർണയിക്കുന്ന ഒരാശയ സ്ഫോടനത്തിന്റെ ഒരു കേന്ദ്രമായി, ഒരാശയ സ്രോതസ്സായി ഈ ഫെസ്റ്റ് മാറട്ടെ എന്ന് പ്രിയപ്പെട്ട കൂട്ടുകാരോട് ആശംസകളായി അറിയിച്ച് ഈ സംഗമം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന വിശുദ്ധ ഖുർആനിക വാക്യം ഉച്ചരിച്ച് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ദുആ ചെയ്യണമെന്ന വസിയത്തോടെ വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.